നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാലടിയിലെ ഗതാഗത കുരുക്കിൽപ്പെട്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മണിക്കൂറുകളോളം കഴിഞ്ഞ് വാഹനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ അദ്ദേഹം പ്രശ്നപരിഹാരത്തിന് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയെ വിളിക്കുകയും ചെയ്തു. പെരുമ്പാവൂർ ഭാഗത്ത് നിന്നും വരികയായിരുന്ന അദ്ദേഹം കാലടി പാലത്തിന്റെ സമീപത്ത് ഗതാഗത കുരുക്കിൽ അകപ്പെടുകയായിരുന്നു. നാട്ടുകാരടക്കം പ്രശ്നം കേന്ദ്രമന്ത്രിയോട് പറഞ്ഞു. തുടർന്നാണ് കേന്ദ്രമന്ത്രി പാലത്തിന്റെ ശോചനീയാവസ്ഥ നേരിട്ട് കണ്ടറിഞ്ഞത്. ഉടനെ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയെ ഫോണിൽ ബന്ധപ്പെട്ട് കാലടി പാലത്തിലെ ഗതാഗത കുരുക്കിലാണ് താനെന്നും റോഡ് വളരെ മോശം അവസ്ഥയിലാണെന്നും കേന്ദ്രമന്ത്രി അറിയിക്കുകയായിരുന്നു. വണ്ടി ഓടിക്കാൻ സാധിക്കുന്നില്ല എന്നും അടി തട്ടുന്നുവെന്നുമാണ് അദ്ദേഹം ഈ ഒരു പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയെ വിളിച്ച് പറഞ്ഞത്. ടാറ് കൂടിക്കിടക്കുന്ന ഭാഗം ഒന്ന് നീക്കം ചെയ്തെങ്കിലും കൊടുക്കൂ, ഇപ്പോൾ തന്നെ ആരെങ്കിലും ഇത് കാണാൻ അയക്കൂ എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും കേന്ദ്ര സഹമന്ത്രി ഇത്തരത്തിൽ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്ക് നൽകുകയും ചെയ്തു. എന്തായാലും കുഴികൾ നികത്താമെന്ന് പൊതുമരാമത്ത് സെക്രട്ടറി ഉറപ്പ് നൽകിയതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു. നമ്മൾ ഏതെങ്കിലും ചെയ്യാമെന്ന് വെച്ച് മറ്റോ ഇട്ടാൽ ജയസൂര്യ അകത്തായതുപോലെ ആകുമെന്നും കൂടെ സുരേഷ് ഗോപി വ്യക്തമാക്കി. എന്തായാലും മഴയിൽ കാറിൽ നിറങ്ങിയ സുരേഷ് ഗോപി റോഡിലെ കുഴികൾ പരിശോധിക്കുകയും പൈലറ്റ് വാഹനത്തിൽ നിന്നുള്ളവർ ഇറങ്ങി മന്ത്രിയെ കടത്തിവിടാൻ ശ്രമിച്ചു. പക്ഷേ ആ ശ്രമം വിഫലമാകുകയും ചെയ്തു. എന്തായാലും ഈ ഒരു വിഷയം അത് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽ അദ്ദേഹം പെടുത്തിയെന്നതും ശ്രദ്ധേയം. അതേസമയം ദേശീയപാത 66 കൂരിയാട് ഭാഗത്ത് റോഡ് തകർന്നതിൽ വൻ നടപടി സ്വീകരിച്ച് കേന്ദ്രം. ദേശീയപാത അതോറിറ്റി സൈറ്റ് എഞ്ചിനീയറെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് പുറത്താക്കി. NHAA പ്രോജക്ട് ഡയറക്ടറെ സസ്പെൻഡ് ചെയ്തു. കരാറുകാരൻ സ്വന്തം ചെലവിൽ മേൽപ്പാലം നിർമ്മിക്കണം. ദേശീയപാത 66 17 ഇടങ്ങളിലെ എംബാങ്ക്മെന്റ് നിർമ്മാണം കേന്ദ്രം നിയോഗിച്ച വിദഗ്ധ സമിതി പഠിക്കും. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ദേശീയപാത 66 നിർമ്മാണം അവസാന ഘട്ടത്തിലുള്ള ഭാഗത്ത് 250 മീറ്ററോളം റോഡും സർവീസ് റോഡും ഇടിഞ്ഞു. കോട്ടയ്ക്കലും തേഞ്ഞിപ്പാലത്തിനും ഇടയ്ക്ക് കക്കാടിനടുത്ത് കൂരിയാട് വയലിലൂടെ കടന്നുപോകുന്ന ഭാഗത്തായിരുന്നു സംഭവം. സർവീസ് റോഡിലൂടെ കടന്നുപോയ കാറിന് മുകളിലേക്ക് ഇന്റർലോക്ക് കട്ടകൾ ഇടിഞ്ഞു വീണ് മൂന്ന് കുട്ടികളടക്കം 8 പേർക്ക് നിസ്സാര പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. കാറിന്റെ മുൻവശവും ചില്ലും തകരുന്ന സാഹചര്യമുണ്ടായി. അപകടം കണ്ട് പിന്നാലെ കാറിൽ നിന്ന് പാടത്തേക്ക് ചാടിയ മറ്റൊരാൾക്കും പരിക്കേറ്റു. മറ്റ് 2 കാറുകൾ കൂടി സർവീസ് റോഡിൽ ഉണ്ടായിരുന്നു. കാര്യമായ തകരാറുകളൊന്നും സംഭവിച്ചില്ല. റോഡ് പണിക്കെത്തിച്ച മണ്ണ് മാന്തിയും അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതേസമയം മുഖ്യമന്ത്രി ഈ കൂരിയാട് ദേശീയപാത തകർന്ന സംഭവത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി നോക്കാം. മലപ്പുറം കൂരിയാട് ദേശീയപാതയിലുണ്ടായ അപകടത്തോടെ ദേശീയപാത ആകെ പോയി എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയപാത തകർന്ന വിഷയം കേന്ദ്രത്തെ അറിയിച്ചു. അവർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. കൂരിയാട് ഉൾപ്പെടെ ഉണ്ടായത് നിർമ്മാണത്തിൽ വരുന്ന ചെറിയ തകരാറുകളാണ്. അതൊക്കെ പരിഹരിക്കാനുള്ള സാങ്കേതിക വൈദഗ്ധ്യം നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുമുണ്ട്. അക്കാര്യങ്ങളൊക്കെ വിദഗ്ധർ പരിശോധിക്കുന്നുണ്ട് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജൂൺ ആദ്യം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കാണാൻ ശ്രമിക്കും. ഇക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. കൂരിയാട് അപകടം ഉണ്ടായെങ്കിലും ദേശീയപാത നിർമ്മാണം വൈകില്ല. പ്രശ്നങ്ങൾ പരിഹരിച്ചു നിശ്ചിത സമയത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞ സംഭവത്തിൽ നിർമ്മാണ കമ്പനികൾക്ക് ഗുരുതര വീഴ്ച ഉണ്ടായി എന്നാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. റിപ്പോർട്ടിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടിഞ്ഞ ഭാഗത്ത് റോഡ് പൂർണ്ണമായും പുനർനിർമ്മിക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൈമാറി. കൂരിയാട് ദേശീയപാതയിൽ സംരക്ഷണ ഭിത്തിയടക്കം തകർന്ന ഭാഗത്തെ 1 കിലോമീറ്റർ റോഡ് പൂർണ്ണമായും പുനർനിർമ്മിക്കണമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രദേശത്ത് റോഡ് നിർമ്മിക്കുന്നതിന് മണ്ണ് പരിശോധനയടക്കം ഫലപ്രദമായി നടത്തിയില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നടന്നത് ദൗർഭാഗ്യകരമായ സംഭവമാണെന്നാണ് ട്രാൻസ്പോർട്ട് സെക്രട്ടറി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂരിയാട് മേഖലയിലെ നെൽപ്പാടങ്ങളടക്കം ആവശ്യമായ സാങ്കേതിക പരിശോധന നടത്തിയിട്ടില്ലെന്നും ഡിസൈനിൽ വൻ തകരാറുണ്ടെന്നും വിദഗ്ധ സമിതി കണ്ടെത്തി. ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നതിന് പിന്നാലെ തന്നെ കേന്ദ്രം കരാറ് കമ്പനിയായ KNR കൺസ്ട്രക്ഷൻസിനെ ഡീബാർ ചെയ്തിരുന്നു. ഇതിനൊപ്പം പദ്ധതിയുടെ കൺസൾട്ടന്റായി പ്രവർത്തിച്ച ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് എന്ന കമ്പനിക്കും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. പദ്ധതിയുടെ പ്രോജക്ട് മാനേജർ M അമർനാഥ് റെഡ്ഡിയെ സസ്പെൻഡ് ചെയ്യുന്ന നിലപാടും സ്വീകരിച്ചിരിക്കുകയാണ്. ഈ മാസം 19-നാണ് ദേശീയപാത 66 ഭാഗം ഇടിഞ്ഞതാണത്. ദേശീയപാത ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീഴുകയും സർവീസ് റോഡടക്കം തകരുകയും ചെയ്തിരുന്നു. സംഭവത്തിന് പിന്നാലെ ദേശീയപാത അതോറിറ്റി പരിശോധന നടത്തി. 2 അംഗ സംഘം സ്ഥലത്തെത്തിയാണ് പരിശോധന നടത്തിയത്. മലയാളിയായ ഡോക്ടർ ജിമ്മി തോമസ്, ഡോക്ടർ അനിൽ ദീക്ഷിത് എന്നിവരാണ് കൂരിയാട് പരിശോധന നടത്തിയത്. ദേശീയപാത നിർമ്മാണത്തിനായി എത്തിച്ച ചെമ്മണ്ണ് മഴയിൽ ഒഴുകിയെത്തി. മാത്രമല്ല പ്രദേശത്തെ വീടുകളിലേക്കും റോഡിലേക്കും യാത്ര ചെയ്യാൻ
കഴിയാത്ത രൂപത്തിലാണ് ചെമ്മണ്ണ് കലർന്ന ചെളിവെള്ളം സർവീസ് റോഡിൽ കെട്ടിക്കിടന്നത്. കാൽനട യാത്രികർക്കും വാഹനങ്ങൾക്കും റോഡിലൂടെ പോകാൻ ഇത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത്. നാട്ടുകാരുടെ പരാതി ഇതേ തുടർന്നുണ്ടാവുകയും NH അധികൃതർ ചെമ്മണ്ണ് നാളുകൾക്ക് മുൻപ് നീക്കം ചെയ്തെങ്കിലും കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിലാണ് വീണ്ടും അത് ഒഴുകിയെത്തിയത് എന്ന നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. അതേസമയം സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ്. പല ജില്ലകളിലും അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാലവർഷ പെയ്ത്തിൽ വലിയ രീതിയിൽ ജില്ലകളിൽ മഴ പെയ്യുന്നു. ജനജീവിതം ഒക്കെ ദുസ്സഹമാകുന്ന സാഹചര്യമാണ്. തീർച്ചയായിട്ടും ഒരുപാട് മഴക്കെടുതി ഉണ്ടാകുന്നു. പല വീടുകളും തകരുന്നു. ശക്തമായ കാറ്റുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. വലിയ രീതിയിലുള്ള കാറ്റാണ് വീശുന്നത്. കാറ്റത്ത് ഈ പോസ്റ്റുകൾ, അതുപോലെ തന്നെ തെങ്ങുകൾ, മരങ്ങളൊക്കെ ഒടിഞ്ഞു വീഴുന്നു. ഇത് യാത്രികർക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അങ്ങനെ മഴക്കെടുതി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ കാലവർഷം സ്ഥിരീകരിച്ച 24 മുതൽ ഇന്നലെ രാവിലെ 8:30 വരെയുള്ള കണക്ക് പ്രകാരം ജില്ലയിൽ 375% മഴയാണ് അധികമായി കിട്ടിയിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ജില്ലയിൽ ശരാശരി 66.2 മില്ലിമീറ്റർ മഴയാണ് സാധാരണ കിട്ടേണ്ടത്. എന്നാൽ ഇത്തവണ കിട്ടിയത് 314.6 മില്ലിമീറ്റർ മഴയാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ അളവിലുള്ള അതിതീവ്ര മഴയാണ് കിട്ടുന്നത്. ജില്ലയിലെ 7 താലൂക്കുകളുടെ പരിധിയിലും ഇന്നലെ ഇടവിട്ട് മഴ കിട്ടി. മഴയുടെ ശരാശരി അളവ് 47 മില്ലിമീറ്ററാണ്. അതുമാത്രമല്ല, ഇന്നലെ രാവിലെ അവസാനിച്ച 24 മണിക്കൂറിൽ ചാലക്കുടി 88.2 മില്ലിമീറ്ററും, ഇരിങ്ങാലക്കുട 57 മില്ലിമീറ്ററും, വെള്ളാനിക്കര 55 മില്ലിമീറ്ററും, വടക്കാഞ്ചേരി 44.4 മില്ലിമീറ്ററും, കുന്നംകുളം 41.1 മില്ലിമീറ്ററും, കൊടുങ്ങല്ലൂർ 40 മില്ലിമീറ്ററും, ഏനാമാക്കൽ 36.6 മില്ലിമീറ്ററും എന്നിവിടങ്ങളിൽ ഭേദപ്പെട്ട മഴയുണ്ടായി. മഴയിലും ശക്തമായ കാറ്റിലും വീടുകൾക്ക് ഭാഗിക നാശനഷ്ടമുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. 4 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ആകെ 37 പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. മഴ ഇനിയും തുടരുമെന്നാണ് പ്രവചനം. മാത്രമല്ല, ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചില ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, വരും ദിവസങ്ങളും അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ മഴ ശക്തമാകുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും മഴക്കെടുതിയും ശക്തമാകുന്നുണ്ട്. അതിനിടയിൽ ദേശീയപാതയിൽ റോഡിലൊക്കെ വിള്ളൽ ഉണ്ടാകുന്നു. അത് വലിയ രൂക്ഷമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു. എന്തായാലും ഗതാഗത കുരുക്കുകൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് വണ്ടിയുമായി റോഡിൽ ഇറങ്ങുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്ന സാഹചര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജാഗ്രതയോടെ തന്നെ യാത്ര ചെയ്യുക. ഒരുപാട് ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. റോഡിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ട് യാത്ര ചെയ്യുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.